സർ, അതുപോലെ മറ്റൊരു ഡൗട്ടാണ്, ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽസ് നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട് അവരുടെ ജോലി തിരക്കുകൾ കാരണം, എസ്പെഷ്യലി സോഫ്റ്റ്വെയർ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നവർ. അല്ലെങ്കിൽ അവർക്ക് പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഫാമിലിയിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് കൊണ്ട് ജോലിയിലേക്ക് ഇറങ്ങേണ്ടി വരിക. അതുപോലെ തന്നെ കുറച്ചൊന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അവർ ജോലിയിലേക്ക് പോയി പ്രിപ്പറേഷൻ ഡ്രോപ്പായി എഗെയിൻ പ്രിപ്പയർ ചെയ്താൽ ആഗ്രഹമുണ്ട് എന്നുള്ള കാൻഡിഡേറ്റ്സ് അവർ ചോദിക്കുന്നത് ഈ ജോലിയോടൊപ്പം മാത്രമല്ല ഇത്രയും ഡിമാൻഡിങ് ആൻഡ് വർക്ക് പ്രഷറുള്ള ജോലി തന്നെയാണ് മിക്ക ആസ്പിറൻസിനും. ആ ഒരു ജോലിക്കിടയിൽ നിന്നുകൊണ്ട് അവർ ഈ ഒരു ഡ്രീം ജോബിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമോ, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെയുള്ള ഡൗട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഇത് സാധിക്കുന്ന, എളുപ്പത്തിൽ സാധിക്കാവുന്നൊരു കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ. മെയിൻലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് IT ഫീൽഡിൽ എന്ന് വിചാരിക്കുക, IT ഫീൽഡിൽ ജോലിക്ക് വരുന്നത്. തീർച്ചയായിട്ടും ഇതിൽ നല്ല ശതമാനം ആളുകൾക്കും എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകും. ഈ വ്യക്തികൾക്ക് ബാങ്ക് പരീക്ഷയുടെ പല പേപ്പേഴ്സും വെറുതെ പോയി എഴുതിയാലും പാസ്സാകാനുള്ള ലെവൽ ആ കുട്ടികൾക്ക് ഓൾറെഡി ഉണ്ടാകും. അതിൻ്റെ അപ്പുറത്തേക്ക് തിരിച്ചൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, സാധാരണ നമുക്ക് നല്ല താല്പര്യമുള്ള ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ ഫുട്ബോളിന് താല്പര്യമുള്ള ഒരാൾ, പക്ഷേ അദ്ദേഹം ഒരു 10 മണിക്ക് ഉറങ്ങുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഫൈനൽ വരുന്നു, അർജൻറ്റീന ബ്രസീൽ രാത്രി 2:30 മണിക്ക്. ഈ വ്യക്തി ഉറക്കം ഒളിച്ചിരുന്നത് കാണില്ലേ? അതിനുള്ള എനർജി എവിടുന്ന് വരുന്നു? 90 മിനിറ്റ് കളി കഴിഞ്ഞു, എക്സ്ട്രാ ടൈം വരുന്നു, പെനാൽറ്റി ഷൂട്ടൗട്ട് വരുന്നു, സഡൻ ഡെത്ത് വരുന്നു, രാവിലെ 6 മണി വരെ കളി പോയാലും അദ്ദേഹത്തിന് ക്ഷീണമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. എവിടുന്നാണ് അതിനുള്ള എനർജി വരുന്നത്? യു ആർ ഇൻട്രസ്റ്റഡ്. ആ ഒരു ഇൻട്രസ്റ്റ് ഈ ജോബിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ പറഞ്ഞ വർക്ക് പ്രഷർ, ടൈമിൻ്റെ പരിമിതി, ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മാറും. നമുക്ക് താല്പര്യമുണ്ടോ, ടൈം ഓട്ടോമാറ്റിക്കലി കിട്ടും. ദെൻ അങ്ങനത്തെ ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ വേണം. വലിച്ചു വാരി പല ദിക്കിൽ നിന്ന് കിട്ടുന്ന ഹാഫ് ട്രൂത്ത് വെച്ച് പ്രിപ്പയർ ചെയ്താൽ യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. ബട്ട് റൈറ്റ് ഡയറക്ഷനിൽ പ്രോപ്പറായിട്ടുള്ള പ്രിപ്പറേഷൻ എലോങ് വിത്ത് യുവർ ജോബ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, എൻ്റെ ഒരു അനുഭവത്തിൽ എത്രയോ കുട്ടികൾ ഇൻ്റർവ്യൂവിന് വരുന്ന കുട്ടികളുണ്ട്, ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള കുട്ടികൾ. അവർ മാനേജ് ചെയ്യുന്നുണ്ട്. ഹൗ ദേ ആർ മാനേജിങ്? ഓൺലി വിത്ത് ഫോക്കസ്, ഓൺലി വിത്ത് കൺസെർട്ടഡ് എഫർട്ട് ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് സാക്രിഫൈസ്. എന്താ ലിറ്റിൽ ബിറ്റ് ഓഫ് സാക്രിഫൈസ്? ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ ആളുകൾ തെറ്റായിട്ട് പറയുന്നതല്ല. ഈ സോഷ്യൽ മീഡിയയിൽ ചിലവാക്കുന്ന സമയത്തിൻ്റെ പകുതി സമയം ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്താൽ ട്രീറ്റ് ഇറ്റ് ആസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന സാക്രിഫൈസ് നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കവറ്റബിൾ ആയിട്ടുള്ളൊരു കസേര നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആ ബോധം മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ടൈം തനിയെ ഉണ്ടാകും, എഫർട്ട് എടുക്കാനുള്ള മെൻറ്റാലിറ്റി തനിയെ വരും, സക്സസ് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഫോളോ ചെയ്യും. തീർച്ചയായിട്ടും സാധിക്കും. ഒരു തരത്തിലും വർക്കിംഗ് പ്രൊഫഷണൽസ്, ബാങ്ക് ജോബിന് വരാൻ താല്പര്യമുള്ള ആളുകൾ, ഇതൊരു ബാലികേറ മലയാണ്, ബുദ്ധിമുട്ടാണ്, നടക്കില്ല, ഒരിക്കലും സംശയിക്കേണ്ട കാര്യമില്ല. ഹാവ് ഫോക്കസ്ഡ് പ്രിപ്പറേഷൻ, കൺസെർട്ടഡ് പ്രിപ്പറേഷൻ വിത്ത് ലിറ്റിൽ ബിറ്റ് ഓഫ് സാക്രിഫൈസ്. ഈ സാക്രിഫൈസ് വന്നു കഴിഞ്ഞാൽ സക്സസ് ഓട്ടോമാറ്റിക്കാണ് നിങ്ങളെ ഫോളോ ചെയ്യും, സംശയിക്കില്ല. ഓക്കെ, ഇപ്പം സാറ് പറഞ്ഞത് കേട്ടല്ലോ, വർക്കിംഗ് പ്രൊഫഷണൽസ് ഒന്നും തന്നെ ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, സാറ് പറഞ്ഞതുപോലെ തന്നെ ലിറ്റിൽ ബിറ്റ് ഓഫ് സാക്രിഫൈസ് ആൻഡ് ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പറേഷൻ മുൻപോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ഒരുക്കമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സക്സസ്സിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് തന്നെയാണ്.